PM ശ്രീ വിഷയത്തിൽ CPI നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. CPI ആസ്ഥാനത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ട് സംസാരിക്കാനെത്തിയപ്പോൾ മന്ത്രി GR അനിൽ തന്നെ അപമാനിക്കുന്ന പ്രസ്താവന മാധ്യമങ്ങളിൽ നടത്തിയെന്ന് ശിവൻകുട്ടി പറയുകയാണ്. മന്ത്രിസഭയുടെ കൂട്ട ഉത്തരവാദിത്തം പോലും CPIയുടെ GR അനിൽ ചോദ്യം ചെയ്തു എന്നുള്ള തരത്തിൽ പെരുമാറിയെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. എന്നാൽ അന്ന് ഇത്തരം എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചില്ല. CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെയും GR അനിലിൻ്റെയും തോളിൽ കൈയിട്ട് ചിത്രമടക്കം അന്ന് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വാക്കുകളാണ് അന്ന് CPIയെ കുറിച്ച് പറഞ്ഞത്. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരാഴ്ചയാകുമ്പോൾ പുച്ഛം തിരിച്ചറിയുകയാണ് ശിവൻകുട്ടി. ഓഫീസിൽ വന്നാൽ സംസാരിക്കാതെ പറ്റുമോ എന്നാണ് അനിൽ പ്രതികരിച്ചത്. എവിടെയോ കിടന്ന ഒരുത്തൻ ഓഫീസിൽ വന്നതുപോലെ പുച്ഛത്തോടെയാണ് മന്ത്രി GR അനിൽ പെരുമാറിയതെന്നാണ് മന്ത്രി പറഞ്ഞത്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി നിസ്സഹായനാണ് എന്ന് CPI നേതാവ് പ്രകാശ് ബാബു പറഞ്ഞത് ശരിയായില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. AASFും AAYFും തൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വിളിച്ച മുദ്രാവാക്യങ്ങളും വാക്കുകളും ശരിയല്ല എന്നും അവ വേദനിപ്പിച്ചുവെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ശിവൻകുട്ടി വന്നുപോയ ശേഷം CPI PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ചു. മന്ത്രിമാരെ അടക്കം പിൻവലിക്കുമെന്നുള്ള സന്ദേശം നൽകി. ഒടുവിൽ CPM ദേശീയ നേതൃത്വം ഇടപെട്ട് PM ശ്രീയിൽ തിരുത്തലും കൊണ്ടുവന്നു. ഇതിനുശേഷമാണ് അനിലിനെ അടക്കം വിമർശിച്ച് ശിവൻകുട്ടി രംഗത്ത് വന്നത്. ഒരിക്കലും ആർക്കും വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. വാക്കുകൾ ശ്രദ്ധിച്ചു പ്രയോഗിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. വേദന തോന്നുന്ന പ്രതിഷേധം ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയിൽ ഒപ്പുവെച്ചതിൽ ശിവൻകുട്ടി സഖാവിനെ ABVP അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ സഖാവും വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയത്തിൽ തെറ്റായ പാതയിലാണ് എന്ന് AAYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. PM ശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും ഇന്നലെ അവസാനിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. മുന്നണിയിൽ തർക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നേതാക്കൾ ചർച്ച നടത്തി ദൃഢമായ പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിച്ചു. കേന്ദ്രവുമായി ഒപ്പിട്ട കരാറുകൾ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് ഒരു നിഗമനത്തിൽ എത്തിയത്. ബാക്കി കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതി പഠിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടിയുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച് മന്ത്രി GR അനിലും രംഗത്ത് വന്നു. ശിവൻകുട്ടി അങ്ങനെ പറയുമെന്ന് കരുതിയില്ല എന്ന് GR അനിൽ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ കോളേജ് വിദ്യാർത്ഥികളായിരുന്ന കാലം മുതൽ അടുപ്പമുണ്ട്. സംഘടനകളുടെ നേതാക്കളായിരുന്ന കാലം മുതൽ പരിചയമുണ്ട്. താൻ ഒരിക്കലും മോശപ്പെടുത്തുന്ന വാക്ക് പറയുന്ന ആളല്ല. അദ്ദേഹവും തന്നെ പറ്റി അങ്ങനെ പറയില്ല എന്നും GR അനിൽ പറഞ്ഞു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമവായത്തിലെത്തിയതിനു ശേഷമാണ് ശിവൻകുട്ടി CPI നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. ഇത് CPI ഗൗരവത്തിലെടുക്കും. CPM നേതൃത്വത്തെ പരാതിയിൽ അറിയിക്കുകയും ചെയ്യും. MN സ്മാരകത്തിൽ വെച്ച് അപമാനിക്കുന്ന പ്രസ്താവന താൻ നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി തന്നെപ്പറ്റി മോശം പറയുമെന്ന് കരുതുന്നില്ല എന്നും GR അനിൽ പറയുന്നുണ്ടായിരുന്നു. GR അനിൽ CPI ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ബിനോയ് വിശ്വത്തെ കണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് വിശദീകരിക്കാനായിരുന്നു വിളിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം താൻ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അനിൽ മാധ്യമങ്ങളോട് തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഒരാൾ ഓഫീസിൽ വന്നാൽ സംസാരിക്കണമല്ലോ എന്നാണ് പറഞ്ഞത്. അത് മര്യാദയില്ലാത്ത സംസ്കാരമായിരുന്നു എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്.